വളരെയധികം സന്തോഷമുണ്ട്. എന്നെ വിശ്വസിച്ച് നിന്ന ദ്വീപ് ജനങ്ങളോട് എനിക്ക് വളരെ കടപ്പെട്ടതാണ്. ദ്വീപുകാർക്കറിയാം സത്യത്തിൽ ഞങ്ങളുടെ കുടുംബവും ഈ ശബന എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ കുടുംബം എന്തിനു വേണ്ടിയാണ് നിലനിന്നതെന്നും ഏതൊക്കെ സേവനങ്ങളാണ് അവിടെ ചെയ്തതെന്നും വളരെ വ്യക്തമായിട്ട് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരുടെ പ്രാർത്ഥനയും അവരുടെ സ്നേഹവും കൂടെ ഉണ്ടായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് നിങ്ങൾക്കറിയാം അത്യാവശ്യ സാധനങ്ങൾ ഇന്നും സർക്കാരിന് പോലും എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അങ്ങനെ എൻ്റെ അമ്മാവന്മാരായ അവർ തുടങ്ങി വച്ച ഒരു സ്ഥാപനമാണ് ശബന എൻ്റർപ്രൈസസ്. അതിൻ്റെ ഒരു പാർട്ട്ണർ കൂടിയായിരുന്നു ഞാൻ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ട്രാൻസ്പോർട്ടേഷനാണ് ഞങ്ങളുടെ ഫീൽഡ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് കൊണ്ടുപോകാനും അവിടുത്തെ ഫിഷർമാൻമാർക്കും ആ സഹായത്തിനൊക്കെ ഡീസൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അത് ഭാരത് പെട്രോളിയം കോർപ്പറേഷനാണ് ഡീസൽ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ CBI സ്വമേധയാ കേസെടുക്കുകയാണ്. ഇവിടെ ഏറ്റവും വിചിത്രമായി ചിന്തിക്കേണ്ടത് BPCLന് അവരുടെ ടാക്സ് വെട്ടിച്ചു എന്നുള്ള കംപ്ലയിൻ്റ് ഇല്ല. ഈ ടാക്സ് ലഭിക്കേണ്ട കേരള ഗവൺമെൻറ്റിനെ കുറിച്ചൊരു കംപ്ലയിൻ്റ് ഇല്ല. CBI സ്വമേധയാ ഒരു കേസെടുക്കുകയാണ്. എന്ത് പശ്ചാത്തലത്തിലാണോ എന്തിനാണ് അവർക്ക് ഇങ്ങനെ കേസെടുക്കേണ്ട കാര്യം എന്ന് പോലും അറിയില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ഞങ്ങൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ചാർജ്. ഗൂഢാലോചന നടത്തണമെങ്കിൽ സാധാരണ രീതിയിൽ രണ്ട് ആൾക്കാർ വിചാരിച്ചാലേ ഗൂഢാലോചന നടത്താൻ പറ്റുള്ളൂ. ഭാരത് പെട്രോളിയത്തിൻ്റെ ഒരു ആളുകളും ഇതിൽ പ്രതികളല്ല. വെറും എൻ്റെ അമ്മാവന്മാരും ആയിട്ടുള്ള ആൾക്കാർ മാത്രം തന്നെ പോർട്ടിൽ ഒരു സ്റ്റാഫായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കേസ് തുടക്കത്തിൽ മുതൽ തന്നെ കോടതിക്ക് അത് ബോധ്യപ്പെട്ടു. ഇത് വളരെ കെട്ടിച്ചമച്ച വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോയത്. അപ്പോൾ ഇവിടെ ഹാജരാക്കിയ തെളിവുകളൊക്കെ തന്നെ ഇതൊന്നും തന്നെ ഇവിടുന്ന് ഡീസൽ ഞങ്ങൾ മറിച്ച് വിറ്റു, അതായത് ടാക്സിൻ്റെ അഡ്വാൻറ്റേജ് ലക്ഷദ്വീപിലേക്ക് ഡീസൽ കൊണ്ടുപോകാതെ കേരളക്കരയിൽ വിറ്റു എന്നുള്ള ആരോപണമായിരുന്നു. ആ ആരോപണത്തിന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവുകളും ഒന്നും അവർക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും അത് എന്താണെന്നുള്ളത് സ്വമേധയാ ഒരു കേസ് CBI എടുക്കുക എന്തിനാണ്? അപ്പോൾ ഞാനത് മത്സരരംഗത്തേക്ക് വരുന്ന സമയമായിരുന്നു 2014. അന്ന് ഇത് വളരെ കോളിളക്കം സൃഷ്ടിച്ച, എനിക്ക് പ്രതിപക്ഷത്തിലുള്ള ആൾക്കാരും നിരന്തരമായി രാഷ്ട്രീയ മാറ്റങ്ങൾ നടത്തുന്ന വക്കീലന്മാരുടെ വേഷം കെട്ടിടക്കുന്ന പലരുണ്ട്. അവരൊക്കെ ഇത് സാമൂഹ്യ മാധ്യമങ്ങൾ എനിക്കെതിരെ വളരെ ആരോപണം കൊണ്ടുവന്ന ഒരു സംഭവമായിരുന്നു. അന്നും വളരെ ശക്തമായിട്ട് വിശ്വസിച്ചിരുന്ന ജനങ്ങൾ കൂടെ ഉണ്ട്. അവരോട് ഇപ്പോഴും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇന്ന് ബഹുമാനപ്പെട്ട CBI സ്പെഷ്യൽ കോടതി എറണാകുളം എല്ലാവരെയും എക്സോണറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ വളരെ സന്തോഷമുണ്ട്. കൂടുന്നവർക്ക് എല്ലാവർക്കും, പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദി.